ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കരിമണൽ ശശിധരൻ കർത്തായുടെ ഒരു ഉത്തരം, അദ്ദേഹം കൊടുത്ത മൊഴിയെ സംബന്ധിച്ച് പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു ഉത്തരം, അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ്. പക്ഷേ അതേ മാധ്യമങ്ങൾ, അത് കേട്ടുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ ഇന്നലെ അത് തിരുത്താൻ പോയില്ല. ഇന്ന് പക്ഷേ കൂടുതൽ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ താമസിയാതെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ED പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പിണറായി വിജയനെ ED ചോദ്യം ചെയ്താൽ അത് വലിയ രാഷ്ട്രീയ കോളുകളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ നേരത്തെ ED പിണറായി വിജയന്റെ വീട്ടിൽ വന്ന് വീണ ജോർജ് വിജയനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ EDയുടെ കാർ അടിച്ചു പൊട്ടിക്കുകയും വളരെ വലിയ സംഘർഷമുണ്ടായി. ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ ഇത് ചെറിയ കളിയല്ല, വലിയ സമരമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും പിണറായി വിജയനെ ചോദ്യം ചെയ്യും എന്നുള്ള മട്ടിലേക്കാണ് ED നീങ്ങുന്നത്. EDക്ക് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇൻവോയ്സ് ഇല്ലാതെ പണം കൈപ്പറ്റിയത്, റെസിപ്റ്റ് കൊടുക്കാതെ വാങ്ങിയ പണം, അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലാണ് എക്സാലോജിക്കിനെ സംബന്ധിക്കുന്ന തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ CMRLന്റെ തട്ടിപ്പിനെ കുറിച്ച് വളരെ ഭീതിജനകമായ ഒരു റിപ്പോർട്ടാണ് ED തയ്യാറാക്കിയിരിക്കുന്നത്. അത് കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള EDയുടെ ഈ മാധ്യമ സൃഷ്ടിയാണെന്നുള്ള പിണറായിയുടെ വാദം നിൽക്കില്ല. അത് മാധ്യമ സൃഷ്ടിയല്ല. കൃത്യമായ രേഖകൾ കണ്ടെത്തിയതിനു ശേഷമാണ് വീണ വിജയനെതിരെ ED മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ വിജയനുമായിട്ടുള്ള ബന്ധം വളരെ വലിയ, കർത്തയുമായി വീണ വിജയനുമായിട്ടുള്ള ബന്ധം വളരെ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വളരെ അടുത്ത ദിവസം തന്നെ ED ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത് കേരളത്തിൽ വരാൻ പോകുന്ന വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംഘർഷം CPMന് വിട്ടുകിട്ടുന്നുണ്ട്. അതിൽ CPI എന്ത് നിലപാട് കൊടുക്കുമെന്നറിയില്ല. നേരത്തെ വീണ വിജയന്റെ വിഷയം വന്നപ്പോൾ CPMകാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നമില്ല, ഇത് അച്ഛനെ അല്ല ബാധിച്ചിരിക്കുന്നത്, മകളെയാണ്, മകളെ ചോദ്യം ചെയ്തോട്ടെ. പക്ഷെ അച്ഛനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം CPMന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയും മുൻ പാർട്ടി സെക്രട്ടറിയൊക്കെയാണ്. ചെറിയ മീനല്ലത്, വലിയ മീനാണ്, സ്രാവാണ്. അതിനെ തൊടാൻ ED തയ്യാറാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ED തയ്യാറായാൽ ചോദ്യം ചെയ്യാൻ കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദ്യം ചെയ്യുകയോ ചെയ്താൽ, ED നോട്ടീസ് കൊടുക്കുകയോ ചെയ്താൽ സംഗതി വഷളാവും, ആകെ കൺഫ്യൂഷനിലേക്ക് പോകും. എന്തായാലും ED അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ED കൃത്യമായി പിണറായിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. പിണറായി വിജയനെ കൃത്യമായി ചോദ്യം ചെയ്തിരിക്കും. അടുത്ത നീക്കം പിണറായി വിജയനിലേക്ക് തന്നെയാണ് ED നോട്ടമിടുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ED നടത്തി കഴിഞ്ഞു. ഇനി ദിവസം മാത്രം നിശ്ചയിച്ചാൽ മതി. എന്നാണ് ED നോട്ടീസ് കൊടുക്കുന്നത്? നോട്ടീസ് കൊടുത്ത് വരാൻ പറയുകയാണോ അതോ നേരിട്ട് ചെന്ന് മൊഴിയെടുക്കുകയാണോ എന്നറിയില്ല. അത് EDയുടെ സ്വഭാവം അനുസരിച്ചും അവരുടെ രീതി അനുസരിച്ച് അവരാണ് തീരുമാനിക്കുന്നത്. എന്തായാലും പിണറായി വിജയന്റെ നാളുകൾ അത്ര സുഖകരമല്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് ശക്തമായ എതിർപ്പ് വരുന്നു. ഉപനേതാവിന് വയ്ക്കാത്തതിന്റെ ഭാഗമായി CPM നിന്ന് എതിർപ്പ് വരുന്നു. ഈ എതിർപ്പുകൾക്കിടയിലാണ് ഇപ്പോൾ കൂനിന്മേൽ കുരുപോലെ ഇങ്ങനെ ഒരു വിഷയം കൂടി കയറി വരുന്നത്. അത് ഗൗരവതരമായ ഒരു പ്രതിസന്ധിയിലേക്ക്, CPMനെ പ്രതിരോധത്തിലേക്കും പ്രതിസന്ധിയിലേക്കും കൊണ്ടുപോകാൻ എല്ലാ സാധ്യതയും നിലവിലുണ്ട്.